ഇന്ന് നമുക്ക് ചീരടല ഉപ്പേരി വെക്കാം. നമുക്ക് പച്ചക്കളറൊന്നും പോവാതെ തന്നെ നമുക്കത് ഉപ്പേരി വെച്ചെടുക്കാം. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചീരടല, മുരിങ്ങടല ഇതേപോലെ ഉപ്പേരി വെക്കാം കേട്ടോ. അതേപോലെ കുറച്ച് ചീരടല നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് നുറുക്കണാട്ടി മുന്നേ തന്നെ കഴുകി വൃത്തിയാക്കുക. അപ്പോൾ ചള്ള് തണ്ടൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. നല്ലോണം വൃത്തിയാക്കണം കഴുകിയിട്ട്. നമുക്കതൊരു നല്ല ചെറുതായി നുറുക്കുക. നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് നുറുക്കിയത് നമുക്കതിൽ ഇട്ട് കൊടുക്കുക. എണ്ണ ഒന്നും ഒഴിക്കാതെ തന്നെ നമുക്കത് ഇട്ട് കൊടുക്കാം, നുറുക്കിയത് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു സബോള, ഒരു 5-6 പച്ചമുളക്, ഇതും കൂടി നുറുക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാം. സബോള ഇതേപോലെ അരിയണം, നല്ല ചെറുതാക്കണ്ട, ഇതേ രീതിയിൽ അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മേലെ. പിന്നെ നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്കത് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഉപ്പേരി വെച്ചിട്ട് കഴിക്കുമ്പോൾ ഈ സബോള നല്ലോണം വാടിയിട്ടേ ഉണ്ടാവുള്ളൂ. നല്ലൊരു കടിക്കണ രസം ഉണ്ടാവും. പെട്ടെന്നാവും, ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് ഉപ്പേരി വെന്തോളും. അപ്പം ഇത് മൂടി വെക്കൊന്നും ചെയ്യരുത്. മൂടി വെച്ചിട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ കളറ് മാറുന്നത്. അപ്പം നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ സബോള ഒക്കെ അതേപോലെ നല്ലോണം വെന്തിട്ടൊന്നും ഉണ്ടാവില്ല. അതേപോലെ കടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഈ ഉപ്പേരിയിൽ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.